കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മന്തിക്കട തുടങ്ങിയിട്ട് എയറിലാകുന്ന ഒരു മന്തിക്കട. നമുക്കൊന്ന് നോക്കിയാലോ. ഇതാണ് കോഴിക്കോട് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത കുബാബ, കാലിക്കറ്റ് കുബാബ. കുബാബ തുടങ്ങിയ നാൾ തൊട്ടേ കുബാബ എയറിലാണ്. ആ എയറിലായത് മറ്റൊന്നും കൊണ്ടല്ല, ഇവിടുത്തെ തിരക്കൊന്നുകൊണ്ട് മാത്രം. ഇത് രാത്രി 10 മണിക്കുള്ള തിരക്കാണ്. അപ്പോൾ ഫുഡിൻ്റെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല എന്ന് മനസ്സിലായില്ലേ. ഇവിടെ വെയിറ്റിംഗ് പീരീഡാണ് ഇവർ എയറിലാക്കിയ പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഒരു ടോക്കൺ സിസ്റ്റമൊക്കെ വെച്ചിട്ടുണ്ട്. കുബാബ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് മന്തി സ്പോട്ടുകളിലൊന്നാണ്. അവരുടെ ഫസ്റ്റ് ഔട്ട്ലെറ്റ് ആലപ്പുഴ തുടങ്ങിയപ്പോഴും അവിടെ നെടപ്പള്ളി വന്നപ്പോഴും ഞാൻ പോയി ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ കോഴിക്കോടും. ഫുഡിൻ്റെ കാര്യത്തിൽ 100%. ഒരു അൽ ഫസ്ലൂഫ്, ഒരു ക്വാർട്ടർ നോർമൽ ബീഫ് കഴിഞ്ഞോ. നമ്മൾ ഓൾറെഡി ഒരു 25 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഫുഡ് കിട്ടാൻ ഒരു 25 മിനിറ്റ്സും കൂടി വെയിറ്റ് ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല, ബീഫ് കഴിഞ്ഞു. വെരി സാഡ്. ഈ കാണുന്നതാണ് അവരുടെ ഫസ്റ്റ് ഫ്ലോറിലെ ഡൈനിങ് സ്പേസ്. ഇത്രയും ഡൈനിങ് സ്പേസ് തന്നെ നേരും മുകളിലുമുണ്ട്. എന്നിട്ടും ഇത്രയും തിരക്കാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത അവരുടെ സിഗ്നേച്ചർ ഐറ്റമായ അൽ ഫസ്ലൂഫ് മന്തി. അൽഫാം പീസിൽ ക്രീമൊക്കെ നല്ലപോലെ അരച്ച് ചേർത്ത ചിക്കൻ, കൂടാതെ ബീഫ് കഴിഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ ഓർഡർ ചെയ്തതാണ് അവരുടെ മസാല ഷവായ. അപ്പോൾ എങ്ങനെയൊക്കെ കഴിച്ച് നോക്കിയിട്ട് ബാക്കി പറയാം. കുബാബ ഏതൊരു സ്ഥലത്ത് തുടങ്ങിയാലും ആ സ്ഥലത്തെ ഏറ്റവും വലിയ മന്തിക്കട അത് കുബാബയുടെ തന്നെയായിരിക്കും. അത് ആലപ്പുഴ ആയപ്പോഴും എടപ്പള്ളിയിലായപ്പോഴും ഇപ്പൊ കോഴിക്കോടായപ്പോഴും. പിന്നെ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിന്റെ കാര്യത്തിലും അവരൊരു കോംപ്രമൈസും ഇല്ല. നല്ല ഫ്ലേവറുള്ള ലൈസ്, എല്ലാ സ്പൈസസും ആഡ് ചെയ്ത ഫ്ലേവറുള്ള ലൈസ് തന്നെയാണ് കുബാബയുടെ. അപ്പൊ നമുക്ക് അവരുടെ സിഗ്നേച്ചർ ഐറ്റത്തിൽ നിന്ന് തുടങ്ങാം. അൽ ഫസ്ലൂഫ്, നല്ല വെൽ കുക്ക്ഡ് അൽഫാം പീസിൽ ക്രീമൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച നല്ല വെൽ കുക്ക്ഡ് ചിക്കൻ. അത്യാവശ്യം പുളിയും നല്ല എരിവും എല്ലാം കൂടിയുള്ള ഒരു ബെസ്റ്റ് സാധനം. ഒരു മസ്റ്റ് ട്രൈ തന്നെ. ആ ക്രീം മാത്രം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ അടുത്ത് ട്രൈ ചെയ്യാൻ പോകുന്നത് അവരുടെ മസാല ഷവായയാണ്. ചിക്കൻ ഭയങ്കര ഹാർഡാണ്. കുറേ നേരം കിടന്ന് വെന്തിട്ട് ആ മസാല എന്തോ ഒരു പുകേൻ്റെ സ്മെല്ല് മസാലയ്ക്കുണ്ട്. അത് മാത്രമല്ല, ചിക്കൻ കുറേ നേരം കിടന്ന് ഇതിൽ കറങ്ങിയിട്ട് ചിക്കൻ ഭയങ്കരമായിട്ട് ഹാർഡായി. വെരി ഡിസപ്പോയിൻറ്റഡ്. പിന്നെ നിങ്ങളുടെ എല്ലാ കൂട്ടത്തിലും കാണും ഇതുപോലെ മന്തി കഴിക്കുന്ന ഒരു കൂട്ടുകാരൻ. ശരിക്കും ഇതിപ്പോൾ ക്യാമറയിലായതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഇവൻ്റെ ഈ പ്ലേറ്റ് കഴുകേണ്ട ഒരു ആവശ്യവും വരില്ല. ഇത്രയും നീറ്റായിട്ട് മന്തി കഴിക്കാൻ ഇവനെ കൊണ്ടേ പറ്റും. അപ്പോൾ എന്തായാലും എല്ലാവരും പോയിന്ന് കഴിച്ചു നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.